എല്ലാം എത്തിക്കഴിഞ്ഞാൽ വരക്കാൻ നേരം ഉണ്ടല്ല. അപ്പൊ ഏകദേശം 38 ആളായില്ലേ? നമുക്ക് തുടങ്ങാം പരിപാടികൾ. ഞാൻ ഇതുവരെ വരച്ച ചിത്രങ്ങളൊക്കെ ഒന്നുകൂടെ വരച്ചിട്ടുണ്ട് ഇവിടെ. എപ്പോഴും റൈറ്റ് സൈഡിൽ കാണുന്ന സാധനത്തിന്റെ പേരാണ് കംപ്രസർ. എപ്പോഴും ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. റൈറ്റ് സൈഡിൽ തന്നെ കംപ്രസർ എഴുതുക. അത് നമ്മൾ ഫ്രിഡ്ജ് ഡയറക്റ്റ് മുമ്പ് നോക്കുന്ന സമയത്ത് കാണുന്ന പോലെ തന്നെ മുമ്പിൽ കംപ്രസർ ഉണ്ട്. COM എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. കംപ്രസർ കഴിഞ്ഞാൽ പിന്നെ നേരെ അത് പോവാ കണ്ടൻസറിലേക്കാണ്. കണ്ടൻസർ ഉണ്ട്. കണ്ടൻസർ എന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ പോവാ എക്സ്പാൻഷൻ വാൾവിലേക്കാണ്. എക്സ്പാൻഷൻ വാൾവ് ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാലാണ് നമ്മളെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങളും പച്ചക്കറിയൊക്കെ വെച്ചിട്ടുള്ള ഫ്രീസറിന്റെ കമ്പാർട്ട്മെന്റ്. ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാവുക. 4 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ആ എഴുതിയ സാധനങ്ങളൊക്കെ അന്ന് മായ്ച്ചളയുണ്ട്. ഇത് നിങ്ങളെ മൈൻഡിൽ തന്നെ വെക്കുക. കാരണം 2-3 ക്ലാസ്സായി നമ്മൾ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അല്ലെ നമ്മളെ ഫിഗർ കാണുമ്പോൾ ആകെ അലമ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ആക്കിയ പാട് എന്ത് വർക്ക് ചെയ്യാൻ തുടങ്ങും? നമ്മളെ കംപ്രസർ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കംപ്രസർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട് ഞാൻ അവിടെ 1 നിട്ട് കംപ്രസറിന്റെ സ്റ്റാർട്ടിങ്ങിൽ 1 നിട്ട് അതിന്റെ എൻഡില് 2 നിട്ട് കംപ്രസറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് 2 എന്ന് പറഞ്ഞ സ്റ്റേജിൽ വന്നിട്ട് പിന്നെ നേരെ എത്തുന്നത് നമ്മളെ ഇതുവഴി ഇങ്ങനെ വന്ന് നേരെ എത്തുക കണ്ടൻസറിലേക്കാണ്. അപ്പൊ കണ്ടൻസറിന്റെ അകത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സാധനത്തിന് ഞാൻ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ മാർക്ക് ചെയ്തു. കണ്ടൻസറിന്റെ ഉള്ളു വഴി എന്തൊക്കെയോ ഇതൊക്കെ നടന്ന് പുറത്തേക്ക് എത്തി. അത് 3 എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് എത്തുന്നത്. ആ 3 എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇറങ്ങി വന്ന് എക്സ്പാൻഷൻ വാൾ വഴി പുറത്തേക്ക് ഇറങ്ങുന്ന സാധനത്തിന് ഞാൻ 4 എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. പിന്നെ തിരിച്ച് എക്സ്പാൻഷൻ വാളിൽ നിന്ന് ഇവാപ്പറേറ്ററിലേക്ക് പോകും. ഇവാപ്പറേറ്ററിലാണ് നമ്മൾ എന്തുണ്ടാവുക? മീനും പച്ചക്കറികളൊക്കെ നമ്മൾ ഇവിടെ വെക്കുന്നുണ്ടാവുക നമ്മളെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ. അപ്പൊ ഇത്രയാണ് പ്രോസസ് ഉള്ളത്. അപ്പൊ ഗ്രാഫ് വരയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നതാണ്. അത് തന്നെ എന്ത് ചെയ്യുക? നമ്മൾ TS ഡയഗ്രം വരച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു മലയുണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഒരു മലയുണ്ടെന്ന് കരുതുക. ഇത് നിങ്ങൾ ടെക്സ്റ്റിലൊന്നും ഉണ്ടാവില്ല ഈ സാധനം. അത് നമ്മൾ ഉണ്ടാവുന്ന വെറുതെ കരുതുന്ന. അങ്ങനെ ആണെങ്കിൽ നമുക്ക് മലേന്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് എന്തുള്ളത്? ഗ്യാസസ് ഉള്ളത്. ഗ്യാസസ് എന്ന് പറഞ്ഞ സ്റ്റേജ് റൈറ്റ് സൈഡിലാണ്. സെന്ററിൽ ഗ്യാസും ഉണ്ട്, ലിക്വിഡും ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ലിക്വിഡ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മളിപ്പം പഠിക്കുന്ന സൈക്കിളെല്ലാം എയർ റെഫ്രിജറേഷൻ സൈക്കിളാണ്. എയറിന്റെ സൈക്കിൾ ആയതുകൊണ്ട് എയർ വരുന്നത് എവിടെയാണ്? ഈ റൈറ്റ് സൈഡ് ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ വേണം ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിന്റെ അകത്ത് ഉണ്ടാവില്ല. ഈ പച്ച കളറിൽ മാർക്ക് ചെയ്ത ഒരു സാധനവും നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടാവില്ല. അപ്പൊ അത് അവിടെ ഉണ്ട് എന്ന് പ്രതീക്ഷയിൽ പഠിച്ചാൽ മതി. അങ്ങനെ പെട്ടെന്ന് പരിപാടികളായി. ഇനി പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല സാധനം. തൽക്കാലം നമുക്ക് ഇവിടെ മലയുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിച്ചോ. അവിടെ ഒരു മലയുണ്ട്. ഞാൻ ചെറുതായിട്ടേ വരക്കുന്നുള്ളൂ. കാരണം അതിന്റെ റൈറ്റ് സൈഡിലാണ് നമ്മളെ പഠിക്കല് കാര്യങ്ങൾ മൊത്തം ഉള്ളത്. എന്നിട്ട് ഞാൻ തുടങ്ങാൻ പോവാ. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. അത് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള സ്ഥലത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം 1 ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. 1 നിന്ന് 2ലേക്ക് പോകുന്നത് 1 നിന്ന് 2ലേക്ക് പോകുന്നത് കംപ്രസർ വഴിയാണ്. അപ്പൊ കംപ്രസർ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്തായിരുന്നു? ഇവിടെ എപ്പോഴും നടക്കുക കംപ്രഷൻ പ്രോസസ് ആണ്. കംപ്രഷൻ മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഐസെൻട്രോപിക് ആയിരിക്കും എപ്പോഴും കംപ്രഷൻ എന്ന് പറയുന്നത്.
എൻട്രോപ്പി സെയിം ആക്കി വെച്ചിട്ട് കംപ്രഷൻ നടത്തുക. അപ്പൊ കംപ്രഷൻ നടത്തുന്ന സമയത്ത് എൻട്രോപ്പി സെയിം ആക്കി വെച്ചിട്ട് കംപ്രഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ പോകണം. മുകളിലോട്ടേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടി കൂടി വരും. പ്രഷറും കൂടും, ടെമ്പറേച്ചറും കൂടും. അപ്പം ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു മഞ്ഞ കളർ ലൈൻ നോക്കുക. ഇതാണ് പ്രഷർ, കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള. ആ പ്രഷർ മാറിയിട്ട് 2 എന്ന് പറഞ്ഞ പ്രഷറിലേക്ക് എത്തി. ഇതാണ് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ. ഇപ്പൊ ഇവിടുത്തെ പ്രഷർ 1 ബാർ ആണെന്ന് വിചാരിക്കും. 1 ബാർ ആണെങ്കിൽ കംപ്രസർ വഴി തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് അതൊരു 5 ബാർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇരിക്കാം, പ്രതീക്ഷിക്കും. അപ്പൊ 1 നിന്ന് 2ലേക്ക് പ്രഷറും കൂടി ടെമ്പറേച്ചറും കൂടി. ഐസെൻട്രോപിക് ആണ് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 1 നിന്ന് 2ലേക്ക് കഴിഞ്ഞാൽ 2 പിന്നെ പോകുന്നത് കണ്ടൻസർ വഴിയാണ് 3ലേക്ക് വരുന്നത്. കണ്ടൻസറിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഐസോ പ്രഷർ മാറാണ്ട്, അതായത് ഐസോ ബാറിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റിനെ അന്തരീക്ഷത്തിലേക്ക് റിജക്ട് ചെയ്യുന്നത്. അപ്പൊ ഐസോ ബാറിക് റിജക്ഷൻ ആണ് ഹീറ്റിന്റെ. അപ്പൊ ഞാൻ അത് വരക്കാൻ പോവാം. നമ്മളെ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഹീറ്റ് റിജക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരിക. കാരണം ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ എത്രയാണ്, കുറച്ച് വലിയ ടെമ്പറേച്ചറാണ് ഉള്ളത്. അപ്പൊ അതിനെ കുറക്കുക എന്ന് പറഞ്ഞാൽ ഐസോബാറിക് എന്ന് പറഞ്ഞാൽ ഐസോബാറിക് കോൺസ്റ്റന്റ് പ്രഷർ ഉള്ള ലൈനിൽ കൂടെ ഞാൻ വന്ന്. കാരണം ഈ മഞ്ഞ ലൈനിൽ ഏടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 5 ബാർ തന്നെയാണ്. അപ്പൊ ഞാൻ ഐസോബാറിക് ആയിട്ട് ഹീറ്റ് റിജക്ട് ചെയ്തു, ടെമ്പറേച്ചറിനെ കുറച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ഒരു 3 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. 3 നിന്ന് 4ലേക്ക് വരുന്നത് എന്താണ്, എക്സ്പാൻഷൻ വാൾവ് വഴിയാണ്. അപ്പൊ എക്സ്പാൻഷൻ വാൾവിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രഷറും കുറക്കുക ടെമ്പറേച്ചറും കുറക്കുക. കംപ്രസറിന്റെ നേരെ ഉൾട്ടാ ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്, എക്സ്പാൻഷൻ വാൾവ് ചെയ്യുന്നത്. അപ്പൊ പ്രഷറും കുറയണം ടെമ്പറേച്ചറും കുറയണം. പ്രഷർ 5 ബാറിന്ന് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ എത്തണം, 1 ബാറിലേക്ക് തന്നെ എത്തണം. അപ്പൊ ഞാൻ നേരെ താത്തി 5 ബാറിന്ന് 1 ബാറിലേക്ക് എത്തിച്ചു. ഇത് എന്താണ്, കംപ്രഷനും എക്സ്പാൻഷനും ഐസെൻട്രോപിക് ആണ്. അതുകൊണ്ട് എൻട്രോപ്പി മാറാണ്ട് ഞാൻ കുത്തനെ താഴത്തേക്ക് ഇറക്കി. ഇപ്പൊ 3 നമ്മൾ 4ലേക്ക് എത്തി. ഇനി എല്ലാവർക്കും അറിയാം 4 തിരിച്ച് 1ലേക്ക് പോവുക ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും നമുക്കൊന്ന് പറഞ്ഞിട്ട് തന്നെ പഠിക്കാം. 4 1ലേക്ക് പോകുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ്, ഇവാപ്പറേറ്ററാണ്. ഇവാപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഫ്രിജറേറ്റർ എന്താക്കി എടുക്കും, നമ്മൾ വെച്ച പാത്രത്തിന്റെ അകത്തുള്ള ചൂടൊക്കെ വലിച്ചെടുക്കാൻ തുടങ്ങും. അപ്പൊ ഹീറ്റ് ടെമ്പറേച്ചർ എന്താകണം, ടെമ്പറേച്ചർ കൂടി കൂടി വരും. അപ്പൊ ഹീറ്റ് അബ്സോർപ്ഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം ഇത്രയും സാധനത്തിന്. അപ്പൊ ഇതാണ് നമ്മളെ പ്രോസസ് എന്നൊക്കെ നമ്മൾ പഠിച്ച്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഞാൻ ഇപ്പൊ ഒരു 1 ബാർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 5 ബാർ വരെ നമുക്ക് കിട്ടുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. വെറുതെ ഞാൻ ഒരു വാല്യൂ എടുത്തു എന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ ബെൽ കോളിവൻ സൈക്കിൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കിനി ഒന്നുകൂടെ എല്ലാ പോയിന്റുകളും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ TS ഡയഗ്രാം വരക്കുന്നു. ഇതിനി ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. TS ഡയഗ്രാം വരക്കുന്നു. TS ഡയഗ്രത്തിലാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ മൊത്തം ചെയ്യുന്നത്. TS ഡയഗ്രാം വരച്ചാൽ അതിന്റെ അർത്ഥം ഇതിന്റെ ഉള്ളിൽ ഒരു മലയുണ്ട് എന്നാണ്. ആ മലയും ഞാൻ അവിടെ തന്നെ വരച്ച്, മല വരച്ചിട്ട് ഞാൻ മഞ്ഞ കളറിൽ 2 ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 1 ബാറിന്റെ ലൈൻ. 1 ബാർ എന്നുള്ളത് ഞാൻ വെറുതെ എടുത്തതേ ഉള്ളൂ, മനസ്സിലാവാൻ വേണ്ടി എടുത്തതാണ്. 1 ബാറിന്റെ ലൈനാന്ന് വിചാരിക്കും. കംപ്രസർ വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അതൊരു 5 ബാർ ആയിട്ട് മാറുന്നുണ്ട്. ഞാൻ അത് മാർക്ക് ചെയ്തു. ഇതൊരു 5 ബാറിന്റെ ലൈനാണ്, കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ. ഇനി നമ്മൾ ചിത്രം വരക്കൽ എങ്ങനെയാണ്, 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ എടുത്തു. 1 നിന്ന് 2ലേക്ക് ഐസെൻട്രോപിക് കംപ്രഷൻ 2 എടുത്തു. 2 നിന്ന് 3ലേക്ക് ഐസോബാറിക് 5 ബാർ തന്നെയാണ് വരുന്നത്. ഐസോബാറിക് ആയിട്ട് ഹീറ്റ് അന്തരീക്ഷത്തിലേക്ക് കൊടുത്തു കണ്ടൻസർ. ഇപ്പൊ 2 നിന്ന് 3ലേക്ക് വന്നു. 3 നിന്ന് പിന്നെ തിരിച്ച് 4ലേക്ക് കുത്തനെ താഴത്തേക്ക്, കാരണം ഐസെൻട്രോപിക് ആണ്. പിന്നെ അവിടെ നിന്ന് തിരിച്ച് 1ലേക്ക്. അപ്പൊ നമുക്ക് എല്ലാ പ്രോസസ്സും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലോ. 1 നിന്ന് 2ലേക്ക് ഐസെൻട്രോപിക് ആണ്, ഐസെൻട്രോപിക് കംപ്രഷൻ ആണെന്ന് പറഞ്ഞു. ഇനി 2 നിന്ന് 3ലേക്ക്, 2 നിന്ന് 3ലേക്ക് ഈ ഒരു പ്രോസസ്. ഇവിടെ വെച്ചാൽ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്, ഐസോബാറിക് ആയിട്ടാണ് ടെമ്പറേച്ചർ കുറയുന്നത്.
ടെമ്പറേച്ചർ കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് റിജക്ട് ചെയ്യാന്നർത്ഥം. അപ്പം ഐസോബാറിക് ഹീറ്റ് റിജക്ഷൻ. ഇനി 3-4 പ്രോസസ്സ്, 3 to 4 എന്ന് പറഞ്ഞ പ്രോസസ്സ്, 3-4 പ്രോസസ്സ്. 3-4 പ്രോസസ്സ് കംപ്രസറിന്റെ നേരെ ഓപ്പോസിറ്റ്. കംപ്രസർ ഐസെൻട്രോപിക് കംപ്രഷൻ ആയിരുന്നു, ഇത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. ലാസ്റ്റ് 4-1 പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെയിം സാധനം, ഐസോബാറിക് നമ്മളെ ഫ്രിഡ്ജിന്റെ അകത്തുള്ള ഭക്ഷണത്തിന്റെ ചൂട് വലിച്ചെടുക്കുന്ന, അതുകൊണ്ട് അബ്സോർപ്ഷൻ. ഇത്രയും പ്രോസസ്സാണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. ഇതാണ് കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ COP കണ്ടുപിടിക്കലാണ് പരിപാടി. ഞാൻ അതെല്ലാം മാറ്റി നമുക്ക് ഇതിന്റെ COP കണ്ടുപിടിക്കാം. COP കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. TS ഡയഗ്രം വരച്ചിട്ടുണ്ട്. TS ഡയഗ്രത്തിന്റെ ഉള്ളിൽ മലയുണ്ടാവും, അത് വരച്ച് 1 എന്ന് പറഞ്ഞ പോയിന്റ്, 2 എന്ന് പറഞ്ഞ പോയിന്റ്, പിന്നെ താഴത്തേക്ക് 3, 4, 5, 1, 2, 3, 4, 5 ഒക്കെ മാർക്ക് ചെയ്ത്. 1-ലും 4-ലും ഒരേ പ്രഷറാണ്, ഐസോബാറിക് ആണ്, അത് മാർക്ക് ചെയ്തു. 2-ലും 3-ലും ഐസോബാറിക് തന്നെയാണ്, അത് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് COPയിലേക്ക് പോവാം. COP എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണ്ട എഫക്റ്റ്, ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡ് ബൈ നമ്മൾ കൊടുത്തത് എന്താണ്, കൊടുത്തത് വർക്കാണ് കൊടുത്തത്. കംപ്രസറിന്റെ വർക്കാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, ഡിസൈഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് ഹീറ്റ് വലിച്ചെടുത്ത് 4-1 പ്രോസസ്സിന്റെ അകത്ത് ഫ്രിഡ്ജ് നമ്മളെ വെച്ച ഭക്ഷണ സാധനത്തിന്റെ അകത്തുനിന്ന് ഇത് വലിച്ചെടുത്തു, ഹീറ്റ് വലിച്ചെടുത്തു. അപ്പൊ അതിനെ ഞാൻ പറയുന്ന പേരാണെന്ന്, ക്യൂ അബ്സോർബ്ഡ്. എത്രത്തോളം ക്യൂ വലിച്ചെടുത്തു, അതാണ് നമ്മളെ കയ്യിലുള്ള നമുക്ക് വേണ്ട ഡിസൈഡ് എഫക്റ്റ്. നമുക്ക് വേണ്ട വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നെറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു നെറ്റ് ക്യൂ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നെറ്റ് ക്യൂ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഹീറ്റ് റിജക്റ്റും ചെയ്യുന്നുണ്ട്, താഴത്തുനിന്ന് ക്യൂ അബ്സോർബ് ചെയ്യുന്നുണ്ട്, മുകളിൽ നിന്ന് റിജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നെറ്റ് ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യൂ റിജക്റ്റഡ് മൈനസ് ക്യൂ അബ്സോർബ്ഡ്. ക്യൂ റിജക്റ്റഡ് മൈനസ് ക്യൂ അബ്സോർബ്ഡ് ആണ് നമ്മൾക്ക് അറിയാം. എന്നാ പിന്നെ അത് നമുക്ക് ഏതാ, ക്യൂ അബ്സോർബ്ഡ് ഇക്വേഷൻ എന്താ, MCP ഇൻറ്റു ക്യൂ അബ്സോർബ്ഡ് വരുന്നത് 4-1 ഈ പ്രോസസ്സ്. എവിടെയാ ടെമ്പറേച്ചർ കൂടുതൽ, 1-ല് നമുക്ക് കുറച്ചധികം ടെമ്പറേച്ചർ ഉണ്ട്, 4-ല് കുറവാണ്. അപ്പൊ T1 മൈനസ് T4 എന്ന് എഴുതാം. MC ഡെൽറ്റ T ഇട്ടുകൊടുത്തു, ഡിവൈഡഡ് ബൈ ക്യൂ റിജക്റ്റഡ്. ക്യൂ റിജക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, 3 to 2 ആ പ്രോസസ്സിലാണ്. 2-ന്ന് 3 പ്രോസസ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്താ, MCP ഡെൽറ്റ T എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് T2 ആണ് അവിടെ കൂടുതൽ, മൈനസ് T3. ഇപ്പൊ ക്യൂ റിജക്റ്റഡ് ആയി. ഇനി മൊത്തം മൈനസ് ക്യൂ അബ്സോർബ്ഡ് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ആയിട്ടുണ്ട്, MCP T1 മൈനസ് T4. ഇതുവരെ ഓക്കെ അല്ലേ? ഏതെങ്കിലും വാല്യൂ എടുത്തതിലും വ്യത്യാസം, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ക്ലിയർ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോഴേ പറയണേ. ഈ എമ്മിന്റെ മുകളിലൊക്കെ എന്തുണ്ടാവും, ഒരു കുത്തുണ്ടാവേ. അന്ന് നമ്മൾ മാസ് ഫ്ലോ റേറ്റാ നോക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് മനസ്സിലായി, MCP മുകളിലും ഉണ്ട്, താഴത്ത് 2 സ്ഥലത്തും ഉണ്ട്. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിയിട്ട് പുറത്തേക്ക് ഇടാം. അപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ ഉള്ളത് എന്താണ്, എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇപ്പം തന്നെ ഒന്ന് എഴുതി നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ഈ COP കണ്ടുപിടിക്കാൻ പറയുന്നത്. വലിയ മെനക്കെട്ട പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പം തന്നെ അല്ലേ എഴുതി വെക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് എടുക്കാം. ഞാൻ ഇതൊന്നും മയക്കുന്നുണ്ട്, ഇതിന്റെ അകത്ത് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല.
അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതൊന്ന് വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഉത്തരം എന്ന് വെച്ചാൽ COP ഈക്വൽ ടു T1 മൈനസ് T4. MCLM എന്തായി പോയി, വെട്ടിപ്പോയി. ഡിവൈഡ് ബൈ T2 മൈനസ് T3 മൈനസ് T1 മൈനസ് T4 എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ നമുക്കൊരു COP എഴുതാന്ന് പറഞ്ഞാൽ കുറച്ച് വൃത്തികെട്ട പരിപാടിയാണ്. കാരണം കാണാനൊന്നും ഒരു വൃത്തിയില്ല ഇക്വേഷൻ. T1 മൈനസ് T4 ഡിവൈഡ് ബൈ T2 മൈനസ് T3 മൈനസ് T1 മൈനസ് T4 എന്നൊക്കെ എഴുതുമ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയൊരു റീഅറേഞ്ച്മെന്റ് നടത്തേണ്ടതുണ്ട്. റീഅറേഞ്ച്മെന്റ് എങ്ങനെയാണ് നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. പരിപാടികൾ പെട്ടെന്ന് തീർക്കാനുള്ളതാണ്. നമ്മൾ ഈ മുകളിലത്തെ ഇക്വേഷനകത്ത് T4 പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ T4 ഞാൻ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക എന്താ, T1 ബൈ T4. കാരണം T1 അടിയിൽ T4 ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബൈ T4 കൊടുത്തു. -1 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ അകത്ത് എനിക്ക് പുറത്തേക്ക് എടുക്കാനുള്ളത് T3നെയാണ്. നമ്മളെല്ലാത്തിൻ്റെയും സെക്കൻഡ് ടേമിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ T3നെ അവിടുന്ന് പുറത്തേക്ക് എടുത്തു. T3 ഇൻറ്റു നേരത്തെ എഴുതിയ പോലെ തന്നെ T2 ബൈ T3 വരും, -1 വരും. പിന്നെ മൈനസ് അടുത്ത വരുന്നത് T4നെ ഞാൻ പിന്നെയും പുറത്തേക്ക് എടുക്കാം. T4 ഇൻറ്റു T1 ബൈ T4 -1. ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്കിപ്പോ സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയത്. ഈ ഒരു ഇക്വേഷൻ അവിടെ മനസ്സിൽ വെക്കുക. ഇതിൻ്റെ അകത്ത് പല ടേമുകൾ ഉണ്ട്, എല്ലാ ടെമ്പറേച്ചറും ഉണ്ട്. T1 കാണാനുണ്ട്, T2നെ കാണാനുണ്ട്, T3നെയും കാണാനുണ്ട്, T4നെയും കാണാനുണ്ട്. ഇതിനെ മൊത്തം മാറ്റിയിട്ട് എനിക്ക് ഏതെങ്കിലും രണ്ട് ടെമ്പറേച്ചറിന്റെ ടേംസിലേക്ക് മാറ്റണം. അതാണ് എന്റെ ലക്ഷ്യം. ഇതിനാണ് ഞാൻ ഈ പ്രൂഫ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇനി അടുത്ത ചെയ്യാനുള്ളത് വെച്ചാൽ നമ്മൾ ഇത്രയും സമയം പഠിച്ച ഇക്വേഷൻസിന്റെ ബേസിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ ഗ്രാഫിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ഇപ്പം പഠിച്ച ഗ്രാഫിന്റെ അകത്തുനിന്ന് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അത് പഠിക്കാൻ വേണ്ടി പോയാൽ തൽക്കാലം ഈ ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നാലേ നമ്മളിനി അടുത്തതിൻ്റെ അകത്തേക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഈ കാണുന്ന ഇക്വേഷൻ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം ഇത് നമുക്ക് ഡയറക്റ്റ് എഴുതിയിട്ടായിരിക്കും തുടങ്ങേണ്ടത്. അപ്പൊ ഞാൻ ഇത് മയക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഗ്രാഫിനെ പറ്റിയിട്ട് ഇനി അടുത്ത ഡീറ്റെയിലിംഗ് പഠിക്കാം. എന്താ സംഭവം പഠിക്കാനുള്ളത്, എക്സ്ട്രാ പഠിക്കാനുള്ള കാര്യം എന്താ നോക്കാം. TS ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അവിടെ ഒരു മലയുണ്ട് എന്ന് വിചാരിച്ചോളാം. അവിടെ ഒരു മലയുണ്ട്. രണ്ട് പ്രഷറാണ് നമുക്കുള്ളത്, കംപ്രസറിന്റെ പുറത്തുള്ള പ്രഷറും കംപ്രസർ കഴിഞ്ഞിട്ടുള്ള പ്രഷറുമാണ് നമുക്കുള്ളത്. അത് രണ്ടും ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റും തുടങ്ങാം. ഫസ്റ്റ് ഒന്നൊന്ന് കുത്തനെ മുകളിലോട്ടേക്ക് ഐസെൻട്രോപിക് കംപ്രഷൻ ചെരിഞ്ഞ് വന്ന് 3, ഒന്ന് കുത്തനെ താഴത്തേക്ക് 4 ടെമ്പറേച്ചർ ഒക്കെ കൂടി വലിച്ചെടുത്തു. ഇത്രയാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഗ്രാഫ് എന്ന് പറയുന്നത് ഈ സാധനത്തിനാണ്. അതിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഐസെൻട്രോപിക് എന്ന് പറഞ്ഞ പ്രോസസ്സ്, ഐസെൻട്രോപിക് കംപ്രഷൻ ആയിക്കോട്ടെ, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആയിക്കോട്ടെ, ഒന്നാമത്തെ ഇന്റർപ്രിട്ടേഷൻ ഇതാണ്. ഐസെൻട്രോപിക് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എഴുതാൻ പറ്റും, ഐസെൻട്രോപിക് എന്ന് പറഞ്ഞ കിട്ടിയിട്ടുള്ളത് 1 to 2, 3 to 4 ഈ രണ്ട് പ്രോസസ്സും എന്താണ്, ഐസെൻട്രോപിക് ആണ്. അപ്പൊ ഐസെൻട്രോപിക്കിന്റെ ജനറലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ റേഷ്യോ, അതായത് T2 ബൈ T1, T2 ഡിവൈഡ് ബൈ T1, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ T1 ബൈ T2 എന്നും എടുക്കാം. ഏത് കംപ്രഷൻ റേഷ്യോ ആയിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ റേഷ്യോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പ്രഷറിന്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ P2 ബൈ P1 എന്നല്ല എഴുതേണ്ടത്. അതിന്റെ കൂടെ ഒരു സാധനം കൂടി വരും. കാരണം അത് ഐസെൻട്രോപിക്കിന്റെ പ്രത്യേകത. ഐസെൻട്രോപിക് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് PV റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഒരു ഗാമേന്റെ വാക്ക് ഇവിടെ വരുന്ന അർത്ഥം, പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷന്റെ അകത്ത് PV റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഗാമ എന്ന് പറഞ്ഞ വാക്ക് ഉള്ളത് കൊണ്ട് T2 ബൈ T1 ഇസ് ഈക്വൽ ടു P2 ബൈ P1 നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ എഴുതേണ്ട എന്താന്ന് വെച്ചാല് ഗാമ
-1 ഡിവൈഡ് ബൈ ഗാമ. ഇതാണ് ഹൃദയഭാഗം. ഈ ഒരു റിലേഷനാണ് നമ്മളെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താന്ന്, ഏതെങ്കിലും ടെമ്പറേച്ചറിന്റെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറിന്റെ റേഷ്യോ ആയിട്ട് ഡയറക്റ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. റേസ് ടു ഗാമ -1 ഡിവൈഡ് ബൈ ഗാമ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ വരും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് T1/T2 നമുക്ക് എന്ത് എഴുതാം? ഡയറക്റ്റ് P1/P2 എന്ന് എഴുതാൻ പാടില്ല. അതിന്റെ കൂടെ തന്നെ എന്ത് വരും? സെയിം സാധനം ഗാമ -1 ഡിവൈഡ് ബൈ ഗാമ എന്നുള്ള വാക്ക് വരും. ഇതിപ്പോ ഞാൻ കംപ്രഷന്റെ കാര്യമാണ് എടുത്തത്. അതായത് 1 നിന്ന് 2ലേക്കുള്ള പ്രോസസ്സാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത്. അതിനെ മൊത്തം ഞാൻ മാറ്റാം. നമുക്ക് 3 4 ഒന്ന് തന്നെയാണ് നടക്കുന്നത്, ഐസെൻട്രോപ്പിക് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് 3 4 പോയി നോക്കാം. എന്ത് പറയാം, T3/T4, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ T4/T3 എന്ന് എഴുതാം. ഏത് വേണമെങ്കിലും എടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഈക്വൽ ടു P3/P4 നമുക്ക് എഴുതാൻ പറ്റൂല. അതിന്റെ കൂടെ തന്നെ എന്തും കൂടി വേണം, ഗാമ -1 ഡിവൈഡ് ബൈ ഗാമയും കൂടി ഇട്ട് കൊടുക്കണം. ഇവിടെ എന്ത് ചെയ്താ, T4/T3 ഈക്വൽ ടു P4/P3 റേസ് ടു ഗാമ -1 ഡിവൈഡ് ബൈ ഗാമ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു മൊത്തം റെഫ്രിജറേഷൻ്റെ അകത്തുള്ള ഹൃദയ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇതാണ് നമ്മൾ ത്രൂ ഔട്ട് പഠിക്കാനുള്ളത്. നമുക്ക് 4 മൊഡ്യൂളിൽ ഈ സാധനം ഉണ്ട്. T3/T നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒക്കെ ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതാണ് ഇതിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. ഹൃദയഭാഗം ആണ് നമ്മളെ ഹൃദയം. ഇത് നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ത്രൂ ഔട്ട് മുമ്പോട്ടേക്ക് പോയിട്ട് നമ്മൾ കാര്യമില്ല. അതുകൊണ്ട് ഇതൊരു ഹൃദയഭാഗമാണ്. ഏതൊരു ടെമ്പറേച്ചറിന്റെ റേഷ്യോ, അതായത് ഐസെൻട്രോപ്പിക് വരുന്നത് ഒന്നിക്കൽ 1 to 2 ഐസെൻട്രോപ്പിക് തന്നെയാണ്, 3 4 ഐസെൻട്രോപ്പിക് തന്നെയാണ്. ഏത് ടെമ്പറേച്ചർ റേഷ്യോ എടുത്താലും നമുക്ക് എന്ത്, അതിന്റെ പ്രഷർ റേഷ്യോ ആയിട്ട് ഗാമ -1 ഡിവൈഡ് ബൈ ഗാമ എന്ന് പറഞ്ഞ ടേംസിലാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇതൊരു ഹൃദയഭാഗം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായി, മറന്നു പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വലിയ അക്ഷരത്തിൽ ഇവിടെ തന്നെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വേറൊരു കാര്യം അറിയുന്നത് എന്താണ്, അടുത്ത സാധനം എടുക്കുക, ഐസെൻട്രോപ്പിക് പരിപാടി കഴിഞ്ഞു. ഇനിയുള്ളത് ഐസോബാറിക് പ്രോസസ് ആണ്, 2 അപ്പൊ ഐസോബാറിക്കിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. നോക്കാം എന്താണ് ഐസോബാറിക്കിന്റെ പ്രത്യേകത. ഐസോബാറിക്കിന് പ്രത്യേകിച്ച് വലിയ പ്രത്യേകത ഒന്നുമില്ല. ഇത്തരക്കാരൻ വലിയ തല ഉണ്ടാക്കേണ്ട പ്രത്യേകതകളൊന്നും ഐസോബാറിക്കിനില്ല. അപ്പൊ ഐസോബാറിക്കിലേക്ക് പോകും. ഐസോബാറിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐസോബാറിക് എന്ന് വെച്ചാൽ 2-ന്ന് 3ലേക്ക് വരുന്ന പ്രോസസ്സും 4-ന്ന് 1ലേക്ക് പോകുന്ന പ്രോസസ്സും ഒക്കെ എന്താണ്, ഐസോബാറിക് ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, P2 is equal to P3 ആണ്. 2-ലും 3-ലും ഒരേ പ്രഷറാണ്. അത് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഐസോബാറിക് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ P2 is equal to P3 ആണ്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാൻ പറ്റുന്നത്, P4 is equal to P1. 4-ലുള്ള പ്രഷറും 1-ലുള്ള പ്രഷറും സെയിം ആയിരിക്കും. കാരണം എന്താ, രണ്ടും ഈ ഒരു മഞ്ഞ വരെ കൂടിയാണ് പോകുന്നത്. മുകളിലത്തെ 2-ഉം 3-യും ഈ ഒരു മഞ്ഞ വരെ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ അവിടുത്തെ പ്രഷറൊക്കെ സെയിം ആണെന്ന് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു റിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മളെ ഹൃദയഭാഗം കഴിയും. അപ്പോൾ നമുക്കിനി നേരത്തെ എഴുതി വെച്ച റിലേഷനിലേക്ക് തന്നെ തിരിച്ചു പോവാം. നേരത്തെ ഒരു സാധനം എടുത്ത് പുറത്തൊക്കെ കിട്ടിട്ട് നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ടേ, നമുക്ക് ആ റിലേഷനിലേക്ക് പോവാം. ഒക്കെ മയക്കുണ്ട്. നേരത്തെ നമ്മൾ എഴുതിയ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ആ റിലേഷൻ COP is equal to, മുകളിലത്തിന്റെ അകത്ത് ഞാൻ T4 പുറത്തേക്ക് ഇട്ടിന്. അപ്പൊ T1/T4 -1 എന്ന് കിട്ടി അവിടെ, ഡിവൈഡഡ് ബൈ താഴത്തിന്റെ ഞാൻ T3 ആയിരുന്നു എടുത്ത് പുറത്തിട്ടത്. അപ്പൊ T2/T3 -1 മൈനസ് T4 ഇൻറ്റു T1/T4 -1 എന്ന് എഴുതി. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ റിലേഷൻ. ഇനി നമ്മൾ ടെമ്പറേച്ചറിനെ ഫുൾ മാറ്റാൻ വേണ്ടി പോവാം. ഈ പ്രഷറും ടെമ്പറേച്ചറിനെ നമ്മൾ ഇപ്പം പഠിച്ച റിലേഷൻ പ്രകാരം
നമ്മൾ ഇതിനൊന്ന് മാറ്റാൻ വേണ്ടി പോവാം. നമുക്ക് എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും നോക്കാം. T2/T1 എന്താന്ന് നമുക്കറിയാം. T2/T1 T2/T1 എന്ന് വെച്ചാൽ ഇത് രണ്ടിന്ന് ഒന്നിലേക്കുള്ള പ്രോസസ്സിനെ നമുക്ക് എന്താക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. എങ്ങനെ നമുക്ക് എഴുതാം? P2/P1 എന്നല്ല എഴുതേണ്ടത്, റേസ് ടു Γ-1/Γ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതേ സാധനത്തിന് നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ എഴുതാം. P2ഉം P1ഉം P2യിലും P1യിലും പ്രഷർ തന്നെയാണ് നേടിയുള്ളത്. P3ന്റെ അകത്തും P4ന്റെ അകത്തും ഉള്ളത്. ഈ റിലേഷൻ സെയിം അല്ലേ? Γ-1/Γ തന്നെ എഴുതിക്കൂടെ? കാരണം P2യിലുള്ള പ്രഷർ തന്നെയാണ് 2ലുള്ള പ്രഷർ തന്നെയാണ് 3ലുള്ളത്. അപ്പൊ P2ന് പകരം ഞാൻ P3 എഴുതി. P1ന് പകരം 1ലുള്ള പ്രഷർ തന്നെയാണ് ഇവിടെ 4ലുള്ളത്. അപ്പൊ P1ന് പകരം P4 എഴുതി. ഇതിന്റെ അകത്ത് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. എന്താണ്? P3/P4 Γ-1/Γ എന്ന് വെച്ചാൽ എന്തായിരിക്കും? T3/T4 അല്ലേ? ഈ റിലേഷൻ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തൂടെ? ഇങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഐസെൻട്രോപിക് പ്രോസസ് എല്ലാം ടെമ്പറേച്ചർ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണെന്ന് മനസ്സിലായി. അതായത് T2/T1 എന്ന് പറയുന്നത് തന്നെയാണ് T3/T4 ആണെന്നും മനസ്സിലായി. നമ്മൾ തെർമോഡൈനാമിക്സിന്റെ പണ്ട് റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെയാണ് if A and B are in thermal equilibrium with each other, പിന്നെ B and C are in thermal equilibrium with each other, പിന്നെ എയും സിയും ആയിരിക്കുന്നു. അതേ സംഭവം തന്നെയാണ്. T2/T1 എന്ന് വെച്ചാൽ P2/P1 ആണ്, റേസ് ടു Γ-1/Γ. P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് P3. രണ്ടും ഐസോബാറിക് ആണ്. 2ലുള്ളതും 3ലുള്ളതും പ്രഷർ സെയിം ആണ്. P1 എന്ന് പറയുന്നത് തന്നെയാണ് P4. കാരണം 1ലും 4ലും പ്രഷർ സെയിം ആണ്. അപ്പൊ ആ റിലേഷൻ ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി T3/T4 സെയിം ആണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എന്ത് കണ്ടുപിടിച്ച്? T2/T1 T3/T4 എന്ന് കിട്ടി. ഞാൻ ഇത്രയും എഴുതി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഒറ്റ റിലേഷൻ കിട്ടാൻ വേണ്ടിട്ടേ. ഞാൻ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാന്ന്. നമ്മൾ ഇത്രയും സമയം കണ്ടുപിടിച്ച ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് കിട്ടിയത് T2/T1 എന്ത് കിട്ടി? T3/T4 ആണ് കിട്ടി. നമ്മളെ മുകളിലത്തെ റിലേഷൻ നോക്കിയാൽ T1/T4 എന്ന് പറഞ്ഞ സാധനമുണ്ട്, T2/T3 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ നമ്മൾ അവിടത്തേക്ക് പോവാം. എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക്? മുകളിലത്തെ ഈ ഒരു റിലേഷൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? T1/T4 എന്ന് വെച്ചാൽ എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ. T1നെ ഞാൻ ഇപ്പുറം കൊടുത്തു, അപ്പൊ T1/T4 എന്നായി. എനിക്ക് എന്ത് എഴുതാം? T2/T3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഇവിടെ മുകളിലോട്ടേക്ക് നോക്കിയാൽ T1/T4 കാണാൻ പറ്റും, T2/T3 അതും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ വട്ട ഇട്ടതൊക്കെ സെയിം വാല്യൂ ആണ്. T1/T4 എന്ന് പറയുന്നത് T2/T3 ആണ്. അപ്പൊ എനിക്ക് ഇതിനെല്ലാം വെട്ടിക്കളഞ്ഞു ഞാൻ. എത്ര കിട്ടി? T4/T3 മാത്രമേ അടിയിൽ ബാക്കിയുള്ളൂ, മൈനസ് T4 മാത്രമേ അടിയിൽ ബാക്കി. സിമ്പിൾ ഇക്വേഷൻ ആണ്. വലിയ ഒമ്പത്തെ ഡെറിവേഷൻ ഒന്നല്ല, ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ COP കണ്ടുപിടിക്കേണ്ടത്. COP നമ്മൾ ഒറ്റ ടെമ്പറേച്ചറിന്റെ ടേംസിലേക്ക് ആക്കി. എന്നുവെച്ചാൽ അങ്ങനെയാണ് T4/T3 മൈനസ് T4. ഈ ഇടതുവശത്തുള്ള സാധനം മാത്രം ഈ ടെമ്പറേച്ചറിന്റെ കേസിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതി ഉണ്ടാക്കി. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എവിടെയെങ്കിലും മനസ്സിലാവാണ്ടുണ്ടോ? ഈ ഒരു ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു ഡെറിവേഷനും ഇല്ല RACന്റെ അകത്ത്. ഈ ഒരു ഒറ്റ ഡെറിവേഷനേ ഉള്ളൂ. അത് മാത്രം ഒന്ന് മൈൻഡിൽ കൊണ്ടു നടക്കുക. ഈ ഒരു ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പരിപാടിയായി. നമുക്ക് പ്രോബ്ലത്തിന്റെ അകത്തും ഒക്കെ ഈ ഡെറിവേഷന്റെ കാര്യങ്ങൾ തന്നെ ആവശ്യം വരുന്നത്. ഈ ലാസ്റ്റ് അവസാനത്തെ ഇതല്ല നമുക്ക് ആവശ്യം. നമ്മൾ ആ T1/T2 P2/P1 റേസ് ടു Γ-1 ആ സാധനങ്ങളൊക്കെ എഴുതുന്നത്. അതിലാണ് നമ്മളെ കളി. ഇതാണ്
നമ്മളെ COP ഓഫ് ബെൽ കോളിമാൻ സൈക്കിൾ. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് എല്ലാവരുടെയും തലയൊക്കെ ഒന്ന് പെരുത്ത് നിൽക്കായിരിക്കും. ഇത് ഓക്കെ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരെങ്കിലും? ബിൻ ജോഷി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത്രയും സമയം പറഞ്ഞേല്? TS ഡയഗ്രം, മല, കുന്ന് ഇതൊക്കെ തന്നെയായിരുന്നു പറഞ്ഞത്. അബിൻ ജോഷി പോയാ? അബിൻ ജോഷി ലാസ്റ്റ് അറ്റൻഡൻസ് എടുക്കുമ്പോൾ വരാന്ന് ഞാൻ ചിത്തുന്നായിരിക്കും അല്ലേ? അഭിരാമേ, നീ ഉണ്ടാ? ഹലോ സാർ. ഉണ്ടല്ലേ. ഇതുവരെ പറഞ്ഞല്ലോ, നീ പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ? ഇല്ല, പ്രശ്നം തല പുകയൊന്നുമില്ലല്ലോ കണ്ടിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഇനി തല പുകയായിട്ടുള്ള വേറൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് അടുത്ത പഠിക്കാനുള്ളതിനെ പറ്റിയിട്ടാണ്. കാരണം ഇന്നിനി ഇപ്പൊ 11 മണിയാകുമ്പോൾ കഴിയില്ലേ ക്ലാസ്. അതുകൊണ്ട് ഞാനൊരു ചെറിയ ചിത്രം വരക്കുന്ന വെറുതെ. പഠിക്കാനുള്ള വലിയ സംഭവമായിട്ടൊന്നും കണക്കൂട്ടണ്ട. ഏതാണ്ട് നമ്മളെ എയറോപ്ലെയിൻ എന്ന് പറയുന്നത്, നമ്മളെ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളെ പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഏതാണ്ട് ഇവിടെ കുറെ ക്യാബിനൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മളെ എയറോപ്ലെയിന്റെ ഏതാണ്ട് ഒരു രൂപരേഖ. ഈ പ്ലെയിനിന്റെ എഞ്ചിൻ ഐഡിയ ഉള്ളതെന്ന് അറിയോ? പ്ലെയിനിന്റെ എഞ്ചിൻ നമ്മളെ വണ്ടീന്റെ എഞ്ചിൻ പോലെ ഫ്രണ്ടിൽ വെച്ചിട്ടല്ല ഉണ്ടാവുക. ഫ്രണ്ടിൽ ബോണറ്റൊക്കെ തുറന്നിട്ട് അങ്ങനെയല്ല എഞ്ചിൻ റിപ്പയർ ചെയ്യുക. പ്ലെയിനിന്റെ എഞ്ചിൻ ഐഡിയ ഉണ്ടാവുക വിങ്സിൽ ഭഗത്ത് വരണം. കൊള്ളാം. പ്ലെയിനിന്റെ എഞ്ചിൻ ഞാൻ മാർക്ക് ചെയ്ത് തരാം. പ്ലെയിനിന്റെ എഞ്ചിൻ വരുന്നത് ഇവിടെ കുറെ വിങ്സിന്റെ അകത്ത് കുറെ ഹോൾ പോലെ സാധനം ഉണ്ടാവും. ഇതാണ് ശരിക്കും പ്ലെയിനിന്റെ എഞ്ചിൻ. അതിന്റെ പേരാണ് ടർബൈൻ എന്ന് പറഞ്ഞിട്ട്. പ്ലെയിനിനെ നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിന്റെ പേരാണ് ടർബൈൻ. ടർബൈനിന് വെച്ചിട്ടാണ് പ്ലെയിന് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ എഞ്ചിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ പൈപ്പ് ലൈൻസ് ആണ്. ഇതിലോട്ട് എയർ കയറി വരും എഞ്ചിന്റെ. നമുക്ക് ഈ കമ്പസ്റ്റിന് ആവശ്യമായിട്ടുള്ള എയർ എഞ്ചിന്റെ ഉള്ളിലേക്ക് ഇതിലൂട്ടിയാണ് കയറി വരിക. എന്നിട്ട് കമ്പഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് എഞ്ചിന്റെ പുറത്തൂടെ പോകും. ഈ ഒരു മൂവ്മെന്റ് പ്രകാരമാണ് എഞ്ചിന്റെ ഉള്ളിലേക്ക് വരുന്നത്, എഞ്ചിന്റെ പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെയാണ് പ്ലെയിന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കി എടുക്കണം. എല്ലാവരുടെയും വിചാരം ചിലപ്പോൾ പ്ലെയിനിന്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് കൂടി ആയിരിക്കും എഞ്ചിന്റെ വലിയൊരു പെട്ടിയൊക്കെ ഉണ്ടാവും. അവിടെ പിസ്റ്റണും സിലിണ്ടറൊക്കെ വെച്ചിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ അല്ല ഉള്ളത്. പ്ലെയിനിന്റെ എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വിങ്സിന്റെ അകത്താണ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി എയർ ഉള്ളിലേക്ക് എടുക്കുന്നത്, പ്ലെയിനിന്റെ ഉള്ളിലേക്കുള്ള എയർ ഉള്ളിലേക്ക് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. കമ്പസ്റ്റൻ ആവശ്യമായിട്ടുള്ള എയർ ഒക്കെ വലിച്ചെടുക്കുന്നത്. അതേപോലത്തെ കമ്പസ്റ്റൻ കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പുറന്തള്ളുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ പുറന്തള്ളുന്നത് ഈ എയർ റേഞ്ചിൽ നിന്നാണ്. ഇത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് എയർ വലിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടി തന്നെയാണ് പുറത്തേക്കും വിടുന്നത് എന്നുള്ളത്. ഈ എയർ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ അകത്തുള്ള ഓരോ എയറിനെ തണുപ്പിച്ചിട്ടാണ് നമ്മളെ പ്ലെയിനിന്റെ ഉള്ളിലേക്കുള്ള റെഫ്രിജറേഷൻ അല്ലെ എയർ കണ്ടീഷനിങ് നടത്തുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഒരു ലോജിക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓപ്പ് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും വിചാരിക്കുന്നു. ഒന്നുകൂടെ വരച്ചരാ. നമ്മളെ പ്ലെയിന് ആണ്. നമ്മളെ പ്ലെയിന് കുറെ ക്യാബിനൊക്കെ ഉണ്ടാവും പ്ലെയിനിന്റെ ഉള്ളിൽ. പ്ലെയിനിന് രണ്ട് ചിറകുണ്ട് എന്നറിയാം. ഈ ചിറകിന്റെ ഉള്ളിലാണ് എന്തുള്ളത്, പ്ലെയിനിന്റെ എഞ്ചിൻ ഉള്ളത്, അല്ലെ ടർബൈൻ എന്നാണ് അതിന്റെ പേര്. ഇങ്ങനെ കുറെ പൈപ്പ് ലൈൻസ് ആയിട്ട് അടുക്കുണ്ടാകുക. അതേപോലെ തന്നെ അപ്പർ സൈഡും ഉണ്ടാവും. ഇത് വഴിയാണ് നമ്മൾ കമ്പസ്റ്റൻ ആവശ്യമായിട്ടുള്ള എയർ ഇൻടേക്ക് എടുക്കുന്നത്. എന്നിട്ട് ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കളയും എയർ. ഈ ഇതേ എയറിന്റെ അകത്തുള്ള ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ടാണ് എവിടത്തേക്ക് കൊടുക്കുന്നത്, തണുപ്പ് വെച്ചിട്ട് എയർക്രാഫ്റ്റിന്റെ ഉള്ളിലേക്ക് ക്യാബിനിലേക്കും കോക്പിറ്റിലേക്കും ഒക്കെ എത്തിക്കുന്നത് ഇതേ എയറിന്റെ അകത്തുള്ള ഒരു പോർഷനെയാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് 4 സൈക്കിൾ പഠിക്കാനുണ്ട്. സൈക്കിളല്ല, 4 ഈ 4 തരത്തിലുള്ള എയർക്രാഫ്റ്റിന്റെ റെഫ്രിജറേഷനാണ് ഉള്ളത്. അപ്പൊ 4 തരത്തിലുള്ള എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ പഠിക്കാനുണ്ട്. 4 ടൈപ്പ് ഉണ്ട്. അത് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. വലിയ സംഭവത്തിലുള്ള കാര്യമൊന്നുമല്ല.
ഒരു സാധാ പി വി സി പൈപ്പ് എടുക്കുക. സാധാ പി വി സി പൈപ്പ് എടുത്തിട്ട് നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് നിങ്ങളെ വായ വെച്ചിട്ട് ഒന്ന് ഊതി കൊടുക്കുക. ഇവിടെ മുട്ടിച്ച് വെച്ചിട്ടല്ല, വെറുതെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് എയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫൂ എന്ന് പറഞ്ഞിട്ടൊരു ഒച്ച കേൾക്കാം. ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാവും, കേട്ടിട്ടുണ്ടോ? സാധാ പി വി സി പൈപ്പ് എടുക്കുക, അല്ലെങ്കിൽ പി വി സി പൈപ്പ് എടുക്കണമെന്നില്ല, നിങ്ങൾ പെന്ന് അതിന്റെ റീഫിലൊക്കെ ഊതിയിട്ട് ആ പൈപ്പ് മാത്രം എടുക്കുക. എന്നിട്ട് പുറത്തുനിന്ന് ഫൂ എന്നിട്ട് ഊതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒച്ച കേൾക്കാൻ പറ്റും, വിസിലടിക്കുന്ന പോലത്തെ ഒരു ഒച്ച. ആ ഒച്ചേന്റെ പ്രോസസ്സിന്റെ പേരാണ് റാമിങ് എന്ന് പറയും. പുതിയൊരു വാക്കാണെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതിന്റെ പേരാണ് റാമിങ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളെ പുറത്തുള്ള എയർ പെട്ടെന്ന് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഈ പൈപ്പിന്റെ ചെറിയ ഡക്റ്റിലേക്ക് കയറുമ്പോൾ കംപ്രസ് ആവും. അതിനെ റാമിങ് കംപ്രഷൻ എന്ന് അതുകൊണ്ട് പറയല്. ചെറുങ്ങനെ ഒന്ന് കംപ്രസ് ആവും. ആ പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഒച്ച വരാൻ കാരണം. അപ്പൊ അതിനെ റാമിങ് പ്രോസസ് എന്ന് പറയും, അല്ലെ റാമിങ് കംപ്രഷൻ എന്ന് പറയും. ഓക്കെ, കംപ്രഷൻ ഡ്യൂ ടു റാമിങ്. അതൊരു കംപ്രസർ വെച്ചിട്ടുള്ള കംപ്രഷൻ ഒന്നല്ല. പുറത്തുള്ള വലിയൊരു ക്വാണ്ടിറ്റി ഓഫ് എയർ പെട്ടെന്ന് ഉള്ളിലേക്ക് ഒരു ചെറിയ ദ്വാരത്തിലേക്ക് കയറുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് കംപ്രസ് ആവും. ആ പ്രോസസ്സിനാണ് റാമിങ് എന്ന് പറയുന്നത്, റാമിങ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പ്ലെയിനിന്റെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. പ്ലെയിനിന്റെ അകത്ത് പ്ലെയിനാന്നിരിക്കും, പ്ലെയിനിന്റെ അകത്ത് ഇവിടെ കുറെ ഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് വെക്കാണ് എയർ വരുന്നതെന്ന്. അപ്പൊ ഈ എയറിലേക്ക് പെട്ടെന്ന് ഈ ചെറിയ ഹോളിലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതേ പ്രോസസ്സ് നടക്കും, ഈ റാമിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. റാമിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ നടന്നിരിക്കും. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 10-40 ആൾക്കാരുണ്ടല്ലോ ഇന്ന്. അപ്പൊ ഇത്ര ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയേ ഉള്ളൂ. ചെറിയ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഒറ്റ ഡെറിവേഷനെ നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളൂ. അപ്പൊ അത് പഠിച്ചു വെക്കുക. ഒന്ന് അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. എല്ലാരും ഉണ്ടോ? എന്താ അവസ്ഥ? 38 പേരുണ്ടാവുന്നു. നീരു ഗോപാല്, രാഹുല്, വൈശാഖ്, വിഷ്ണു, എപ്പി, ബച്ചൻ, സുഷാർ, എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. അടുത്ത ക്ലാസ് ആരുടെയാണ്? എടോ അടുത്ത ക്ലാസ് ആയിരുന്നാ?